നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 356th day. Today 46th ശ്ലോക of 5th chapter. For details please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 356 ദിവസം. ഇന്ന് 5ാമത്തെ അധ്യായത്തിലെ 46ാമത്തെ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായി അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് മഹാഭാഗവത മഹാത്മ്യം 5ാമത്തെ അധ്യായത്തിലെ 46ാമത്തെ ശ്ലോകം. ഓം തത്സത്. സപ്തഗ്രന്ഥിയുതം തത്ര പശ്യത് കീചകമുച്ഛ്രിതം തന്മൂലഛിദ്രമാവിശ്യ ശ്രവണായ സ്ഥിതോ ഹ്യസൗ. സപ്തഗ്രന്ഥിയുതം തത്ര പശ്യത് കീചകമുച്ഛ്രിതം തന്മൂലഛിദ്രമാവിശ്യ ശ്രവണായ സ്ഥിതോ ഹ്യസൗ. ഓം തത്സത്. ഈ വായിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന സപ്താഹ ശ്രവണത്തിൻ്റെ സ്ഥാനത്തിൻ്റെ സമീപത്തിൽ 7 കമ്പുകളോട് കൂടിയിട്ടുള്ള 7 തട്ടുകളായിട്ടുള്ള ഒരു മുളയുണ്ടായിരുന്നു. ആ മുള ഉച്ചത്തിൽ നിൽക്കുന്ന ആ മുളയുടെ അടിയിലൂടെ ദ്വാരത്തിലേക്കൂടി ആ പ്രേതം പ്രവേശിച്ച് ആ ശ്രീമദ് മഹാഭാഗവത സപ്താഹം കേൾക്കുവാൻ വേണ്ടി അവിടെ വന്നിരുന്നു. കഴിഞ്ഞ ശ്ലോകത്തിൽ നാം പറഞ്ഞു, തനിക്ക് എവിടെയാണ് ഇരിക്കാൻ പറ്റിയത്, തനിക്ക് നിൽക്കാൻ പറ്റിയ ഈ ശ്രീമദ് മഹാഭാഗവതം കേൾക്കാൻ ആർക്ക് വേണ്ടി, ഈ പ്രേതത്തിൻ്റെ മുക്തിക്ക് വേണ്ടിയാണ് ഗോകർണൻ ഈ സപ്താഹയജ്ഞം നടത്താൻ പോകുന്നത്. അതുകൊണ്ട് ആ പ്രേതം തൻ്റെ സ്ഥലത്തു നിന്നും എഴുന്നേറ്റ് വന്ന് തനിക്ക് പറ്റിയ ഒരു സ്ഥാനം അന്വേഷിച്ചു. അപ്പോൾ അവിടെ ഒരു മുള, ഉച്ചത്തിൽ ഒരു മുള, 7 തട്ടുകളോട് കൂടിയിട്ടുള്ള ഒരു മുള കണ്ടു. ആ മുളയുടെ അടിയിലുള്ള ദ്വാരത്തിൽ കൂടി ആ പ്രേതം അതിൽ പ്രവേശിച്ചു. ആ 7 സ്ഥിതി, മനുഷ്യൻ്റെ 7 സ്ഥിതിയാണ് ഇത് പറയുന്നത്. താത്വികമായിട്ട് അങ്ങനെയും അതെടുക്കാം. ഒരു പൂങ്കാവിലോ തോട്ടത്തിലോ അല്ലെങ്കിൽ ഒരു കാട് പോലുള്ള സ്ഥലത്തോ മറ്റായിരിക്കാം ഈ സപ്താഹയജ്ഞം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ മുളയുടെ ഉള്ളിൽ, അങ്ങനെയുള്ളൊരു മുളഞ്ചെടി അവിടെ ഉണ്ടായിരുന്നു, അതിൻ്റെ ഉള്ളിൽ ഈ പ്രേതം പ്രവേശിച്ച് പൂർണ്ണ മനസ്സോടുകൂടി ആ സപ്താഹം കേൾക്കുവാൻ വേണ്ടി കാത്തിരുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുന്നത്. ശ്ലോകം ഒരിക്കൽ കൂടി. സപ്തഗ്രന്ഥിയുതം തത്ര പശ്യത് കീചകം പ്രേതത്തിനെയാണ് പറയുന്നത്. പശ്യത് കണ്ടു. പശ്യത് കീചകമുച്ഛ്രിതം തന്മൂലഛിദ്രമാവിശ്യ, ഇതിൻ്റെ താഴെയുള്ള ഒരു ദ്വാരത്തിൽ കൂടി ശ്രവണായ സ്ഥിതിയോ ഹ്യസ്യോ, അതിൻ്റെ ഉള്ളിലേക്കൂടി അതിൽ പ്രവേശിച്ചിട്ട് ഈ സപ്താഹം കേൾക്കുവാൻ വേണ്ടി ഇരുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ തൃക്കാൽക്കൽ ഈ ശ്ലോകം സമർപ്പിക്കുന്നു. ഗീതാരാജൻ. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.